ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഇന്ന് നമ്മൾ കിച്ചണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും കിച്ചണിലെയും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഫ്രിഡ്ജ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അതുപോലെ ക്ലീൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിലെ അവസ്ഥ. എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും നിറയെ സാധനങ്ങളുണ്ടാവും. ഫ്രീസറിലാണെങ്കിലും താഴെയാണെങ്കിലൊക്കെ നിറയെ സാധനങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊരു പുതിയ ഫ്രിഡ്ജൊന്നുമല്ല, ഒരു 8-9 വർഷമൊക്കെ ആയിട്ടോ ഈ ഒരു ഫ്രിഡ്ജ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇനി പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ക്ലീൻ ചെയ്യുന്നത് വലിയ പാടുള്ള പണിയൊന്നുമല്ല, പക്ഷേ ഇതെല്ലാം കൂടി പുറത്തേക്ക് എടുത്ത് വെക്കുന്നത് നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ അത് താഴെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ മുമ്പ് ഫ്രീസർ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി താഴെ മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇനി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ ഇതുപോലെ തുണി ഒന്ന് നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കാം, ഉൾഭാഗമൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു റാക്കൊക്കെ എടുത്തിട്ട് അത് കഴുകി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാനിത് എടുത്ത് കഴുകാറില്ല എപ്പോഴും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി കറിയോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എടുത്ത് കഴുകാറുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം അതുപോലെ ഡോറിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഫ്രിഡ്ജ് മാറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് 6 വരുന്ന ഒരു പീസാണ്. ഇത് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് ആമസോണിലൊക്കെ. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ട്രാൻസ്പെറൻറ്റ് കളറാണ്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റ് കിട്ടും. പിന്നെ നമ്മൾ കളറിലുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് മുകളിലല്ലേ നമ്മുടെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും അടിയിലേക്ക് കിട്ടാത്ത ഒരുപോലെ തോന്നും. അപ്പോൾ ഞാൻ ഇതുപോലത്തുള്ളത് വാങ്ങിയാൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ എന്ന് തോന്നില്ല. അപ്പോൾ ഞാൻ ഫ്രീസറൊക്കെ ക്ലീൻ ചെയ്തത് ഫ്രീസറിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലുപ്പമൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിലേക്ക് 6 പീസ് തന്നെയാണ് കേട്ടോ പാകം. അപ്പോൾ അതാ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതുപോലെ ഒന്ന് കയറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പാകത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് എന്നൊന്നും തോന്നില്ല കേട്ടോ ഈ ഒരു കളറാകുമ്പോൾ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ റാക്കിലൊന്നും വെച്ച് കൊടുക്കാൻ അധികമൊന്നും കട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഒരു 1/2 ഇഞ്ചൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബോക്സിൽ വെച്ച് കൊടുക്കാൻ, അതായത് നമ്മുടെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ്, ഉൾഭാഗത്തിൻ്റെ അളവ് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി കട്ട് ചെയ്തെടുത്തിൻ്റെ ബാക്കി പീസ് നമുക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. സൈഡിൽ നമ്മുടെ ബോട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇത് ഈ ഒരു ബോക്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒഴിവാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കറിയോ എന്തെങ്കിലുമൊക്കെ പോയാലും നമുക്ക് ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് അങ്ങ് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു മാറ്റ് വിരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്ന പണി കുറേ ലാഭം കിട്ടും.
അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.